നമസ്കാരം. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് കാസർഗോഡ് നടന്നത് എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സിപിഎം പ്രവർത്തകർ മുൻകൈയെടുത്ത് അക്രമ സംഭവങ്ങൾ നടത്തരുത് എന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി പരസ്യമായി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇതിനു വിരുദ്ധമായി പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. എന്ത് സംഭവം നടന്നാലും എന്തിന്റെ പേരിലായാലും മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ പാടില്ല. അത് പ്രാകൃത നിലപാടാണ്. ഇത്തരം സംസ്കാരം പാർട്ടി ഉപേക്ഷിക്കണം. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആസന്നമായ സന്ദർഭത്തിൽ നടന്ന അക്രമം എതിരാളികൾക്ക് ആയുധമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അക്രമികൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെട്ടവരാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. സമാധാനം പുലർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ല എന്നും കർശന നടപടിയെടുക്കുമെന്നും കോടിയേരി വ്യക്തമാക്കുന്നു. സിപിഎമ്മിന്റെ യാതൊരുവിധ സംരക്ഷണവും പ്രതികൾക്ക് കിട്ടില്ല. അക്രമമല്ല വഴിയെന്ന് സിപിഎം പറഞ്ഞിരിക്കുന്നു. പാർട്ടി നിർദ്ദേശത്തിനും സർക്കാർ സമീപനത്തിനും വിരുദ്ധമായ കാര്യമാണ് കാസർഗോഡ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ സിപിഎമ്മുമായി ബന്ധപ്പെട്ടവർക്ക് ഇടതുമുന്നണി ജാഥ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെ ഇത്തരമൊരു സംഭവം ചെയ്യാനാകില്ല. എന്നിട്ടും ഇത്തരമൊരു സംഭവം നടന്നുവെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർ സിപിഎമ്മിന്റെയോ ഇടതു രാഷ്ട്രീയത്തിന്റെയോ ആശയങ്ങൾ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സിപിഎമ്മിന്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കാത്ത ഇത്തരക്കാരെ അംഗീകരിക്കാൻ സിപിഎമ്മിനും കഴിയില്ല. പ്രസ്ഥാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്നും അക്രമികളെ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല എന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കണം. പ്രതികളെ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ പോലീസ് പഴുതടച്ച അന്വേഷണം നടത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ആക്രമണത്തിനു പിന്നിൽ പ്രാദേശിക നേതൃത്വത്തിന് പങ്കുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയും അന്വേഷിക്കുന്നതാണ്. കർശന നടപടികൾ ഉണ്ടാകുമെന്നും ഉറപ്പാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരിക്കുന്നു. അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്ന അവസ്ഥയാണ്. രാവിലെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരും വഴി തിരുവനന്തപുരത്തെ ആഭ്യന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് കാസർഗോഡ് കൊലപാതകത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആരാഞ്ഞത്. ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കല്ലിയോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനും കൃപേഷിനും വെട്ടേറ്റത്. പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിനു ശേഷം ബൈക്കിൽ വീട്ടിൽ പോകുന്നതിനിടെയായിരുന്നു ഇരുവർക്കും നേരെയുള്ള ആക്രമണം. ജീപ്പിലെത്തിയ അക്രമി സംഘം ബൈക്ക് ഇടിച്ചിട്ട ശേഷം ഇരുവരെയും വെട്ടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമികൾ ഉടൻ തന്നെ സ്ഥലം വിട്ടു. കൃപേഷ് സംഭവ സ്ഥലത്തു തന്നെ മരിക്കുകയായിരുന്നു. ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ശരത്ത് മരിച്ചത്. സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിച്ചു വരികയാണ്.